അമ്മേനോട് പറഞ്ഞു എനിക്ക് ചെറിയൊരു ക്രഷ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടനെന്ന് പറഞ്ഞു. എനിക്ക് കമ്മിറ്റിയോട് വെക്ക്, നമ്മള് സെറ്റ് ആയില്ലേ? നല്ലല്ലേ? പാർവതി പ്രണവ്, പാർവതി പ്രണവ് നമ്മളെ പിയല്ലേ? അത് കൊള്ളാം. പാർവതിയുടെ പാർവതി പ്രണവ് ഒരു പുഷ്പയൊക്കെ പോലെ ഓടുന്നു. ഹായ് ബ്രോ. ബ്രോ എൽട്ടോ എന്താ ബ്രോ അല്ല, പറഞ്ഞു ബ്രോ. ആരാ ഇത്? ചിരിക്കുന്നു. ആരതി പറഞ്ഞു. ആരതി ആരതി അല്ല, പാർവതി. പാർവതി പറ. ഞാൻ ഇത്ര നേരം ലൈവ് കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ തെറ്റി ഒന്നുമില്ല, കൊറേ നേരമായിട്ട് നോക്കിയിരിക്കുവായിരുന്നു. ഒന്ന് കിട്ടുമ്പോ ഫസ്റ്റ് തന്നെ കിട്ടിയപ്പോ ഞാനും ഭയങ്കര ഹാപ്പി. ഫസ്റ്റ് തന്നെ കിട്ടിയപ്പോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. ഓർമ്മയില്ല. പിന്നെ അത് ഓർമ്മ കാണത്തില്ലല്ലോ. എന്തോട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ബേസിക്കലി അമ്മ കൂത്ത് പറയണോ? പിന്നെ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? സന്തോഷം ആണോ അറിയത്തില്ല. എന്തായിരുന്നു പേര്? പാർവതി. പാർവതി. വീടെവിടെ? വീട് ആലപ്പുഴ. ആലപ്പുഴ ടൗണിന്റെ അടുത്താ. ടൗൺ അടുത്താണ് വീട്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ പ്ലസ് ടു. ഞാൻ ആലപ്പുഴ കിടന്ന് കറങ്ങാറുണ്ട്. ശരിക്കും? ഞാൻ ആലപ്പുഴ പഠിക്കുന്നത്. അല്ല, ആണ്. സത്യമായിട്ട് ഞാൻ ആലപ്പുഴയാണ് പഠിക്കുന്നത്. അപ്പൊ ഇനി കാണാതിരിക്കുവോ? SD കോളേജ് ഇല്ലേ? SD കോളേജ് ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് UAM ഇല്ലേ? ഒരു ചുമന്ന ബിൽഡിങ്. അവിടാണ് ഞാൻ പഠിക്കുന്നത്. സത്യമായിട്ടും? നേരായിട്ടും. യെസ്, ഐ ആം ഇൻ ദി. എവിടെ വന്നാ കാണാൻ പറ്റുമെന്ന്? അവിടെ. അയ്യോ, പക്ഷെ ഞാൻ കോളേജ് അങ്ങനെ വരാറില്ല, അതുകൊണ്ട് കാണാൻ ഇപ്പൊ കുറവാ. എന്ത്? ഞാൻ സത്യമാണ് പറഞ്ഞത്. എനിക്കത് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഐ ആം ഹോണസ്റ്റ് ആൻഡ് എ സിൻസിയർ പേഴ്സൺ, യു നോ. ഇറ്റ്സ് എ ട്രൂത്ത്. Oh, can I have your number? No, it's my private. Oh. എന്തിനാ ചിരിക്കുന്നത്? ചിരിക്കാൻ വേണ്ടി ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറയുമ്പോ ഒരു ഫാൻ. ഇതൊക്കെ പിള്ളേര് കാണുന്ന പരിപാടിയാ. വെറുതെ ആണ് ഇമ്മരുടെ കോഴിയെന്ന് വിളിക്കുന്നത്. അല്ല, തന്റെ കുഴപ്പമല്ലല്ലോ ഇങ്ങനെ ഇഷ്ടം തോന്നുന്നത്. എന്താന്ന് പറഞ്ഞൂടാ, ഈ പെൺപിള്ളേർക്ക് എന്നെ കാണുമ്പോ ഒരു ആക്രാന്തം. എന്ത് ചെയ്യാം? സത്യമായിട്ടും കാരണവന്മാരായിട്ട് ഞാൻ ബ്രൂട്ടീഷൻ ചെയ്യാറില്ല. കാരണവന്മാരായിട്ട് എനിക്ക് കുറച്ച് ഭംഗിയുണ്ട്, കോലമുണ്ട്. അതുകൊണ്ട് ബ്രൂട്ടീഷൻ ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിട്ടോ. ഇൻസ്റ്റയിൽ മെസ്സേജ് റിപ്ലൈ തരുമോ? നല്ല പോലെ. പിന്നെ നല്ല പോലെ തരാം. പറഞ്ഞു. പിന്നെ ഞാൻ തനിക്ക് ഒരു കൊറിയർ അയക്കണമെന്ന് വെച്ചു. പക്ഷെ എനിക്ക് വേറെ ഇതൊന്നും ഇല്ലല്ലോ. ഡെയിലി ആലപ്പുഴ പോയി വരുന്ന എനിക്ക് എന്തൊരു കൊറിയർ അയക്കുന്നത്? അഡ്രസ് ഒന്നും ഞാൻ വീട്ടിൽ വന്ന് മേടിച്ചോളാം. അതാ ഞാൻ പറഞ്ഞ തന്റെ നമ്പർ ഒന്ന് തരുമോ? ഞാൻ വിളിക്കാം. നമ്പറൊക്കെ ലൈവ് ഇടുവാണെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഫോൺ എടുക്കാൻ പറ്റത്തില്ല. അറിയാം. ലൈവിൽ ഇടണ്ട, ഇൻസ്റ്റയില്. അല്ല, എന്ത് കൊറിയർ അയക്കാനാണ്? അത് എന്തിനാ പറയുന്നേ? സർപ്രൈസ് ആണോ? എങ്കിൽ സർപ്രൈസ് ആയിട്ട് എന്താ പറ. സർപ്രൈസ് അല്ലേ? സർപ്രൈസ് അല്ലേ? അതല്ലേ ചോദിച്ചു. സർപ്രൈസ് അല്ലേ? എല്ലാരും അറിയട്ടെന്ന് ചുമ്മാ.
അത് സർപ്രൈസ് കണ്ടു കഴിയുമ്പോ പിന്നെ മനസ്സിലാവുമല്ലോ. എനിക്കെന്തോ ഈ സർപ്രൈസുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടാ ഇത് കാണാ, ആലപ്പുഴ എന്നല്ലേ വായിക്കുന്നേ? കണ്ടാ ഇതിന്റെ ഐഡന്റിറ്റി കാർഡാ. കണ്ടാ ഇപ്പൊ വിശ്വാസമായ? ദാണ്ടെ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആലപ്പുഴ. കണ്ടോ? MBA 2021-23 പ്രണവരാജ്. ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട്. എനിക്ക് ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആണെന്ന് എല്ലാരും പറയും. ഇതാണ് ഇതൊന്നും ഒക്കാത്ത. ഞാൻ ഭയങ്കര ക്യൂട്ട്നെസിന്റെ അറിയാല്ല. ഞാൻ ഡെയിലി തന്നെ വീഡിയോസ് കാണും. പറയുമ്പം അതെ പറഞ്ഞോ പോരട്ടെ. ഒരു ബാഡ് ആയിട്ടുള്ള ഡേ ആണെങ്കിൽ തന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് വെറുത്ത് നശിച്ച് നാരായണകല്ലേ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നല്ലേ? ആണെന്നാ അങ്ങനെയല്ല, എന്തോ ഭയങ്കര ഒരു ഇഷ്ടം. വലിയ ഇങ്ങനെ ഇഫ് യു പുള്ളിങ് മീ ദിസ് മച്ച് പറഞ്ഞു. ഞാൻ അമ്മയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോന്ന്? അയ്യോ എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടില്ലത്. എനിക്കും ആയിട്ടില്ല, ഞാൻ 18 ആവുന്നതേ ഉള്ളൂ. അത് കുഴപ്പമില്ല. കല്ലുമാല ഞാനൊരു രക്തഹാരം അങ്ങോട്ട് അഴിക്കുന്നു, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ട് അണിയിക്കുന്നു, പിന്നെ കള്ളനും കൊമ്പനും എല്ലാരും കൂടെ ചേർന്ന് കൊരവിടുന്നു. പറയണു മോട്ടു സെട്ടൻ. അച്ചടാ എനിക്ക് പുതിയ ചെറിയമ്മയെ വീട്ടിലോട്ട്. മോട്ടു സെട്ടൻ ഇവനാരി? ഇതേതൊന്നും അറിയടാ. ഒരു മിനിറ്റ്. അച്ചോ എനിക്ക് പുതിയ ചെറിയ വീട്ടിൽ. എന്താ എന്താ കേട്ടില്ല? കുട്ടി എല്ലാം വീട്ടില് പറഞ്ഞു വെച്ചിട്ട് തെറ്റായിട്ട് നിക്കുവല്ലേ കള്ളി. ബൈ ദ ബൈ ഞാനിപ്പോഴും പഠിച്ചോണ്ടിരിക്കല്ലേ. കുട്ടി പഠിക്കൂ. എഡ്യൂക്കേഷൻ യുനോ. അതെ പഠിക്കൂ. പഠിച്ച് വലിയൊരാളാവ്. കണ്ടന്റ് എന്നാ കൊറേ പേർക്കുള്ള കണ്ടന്റാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഹാപ്പി ആണോ കുട്ടി? ഹാപ്പിയാണ്. പ്രണവേട്ടനോ? ഞാൻ ഇപ്പൊ ഹാപ്പി ആയി. എന്താ ഒരാൾ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ കരയുവോ? ഹാപ്പി ആവൂലേ? അതെന്താ പ്രണവേട്ടാ ഇങ്ങനെ വിളിക്കല്ലേ? എനിക്ക് ഇങ്ങനെ വിളിക്കാനോ? എന്ത് ഏട്ടനോ? ഒന്നും കൂടെ വിളിച്ചേ. ഒന്നും കൂടെ വിളി അങ്ങോട്ട്. പ്രാവിന്റെ പ്രാ മാത്രമേ കേട്ടോളൂ. പ്രണവേട്ടാന്ന്. എന്ത് ചെയ്യൂന്ന് പറ. ഈ പിള്ളേരൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാ ഏട്ടനോ? നല്ലല്ലേ? പാർവതി പ്രണവ് നമ്മളെന്നെ പിയല്ലേ? എന്തുവാ? അത് കൊള്ളാം. പാർവതിയുടെ പായും പ്രണവിന്റെ പ്രായും ഒരു പുഷ്പയൊക്കെ പോലെ. നീ ഇത് എന്തു ഭാവിച്ച? എനിക്കറിയാൻ മേല ഞെട്ട് ചോദിക്കുക. ഞാൻ ആലപ്പുഴയിലോട്ട് ഇനി വരുന്നില്ല കേട്ടോ. വീഡിയോ എടുത്തു കേട്ടോ യൂട്യൂബില്. ഞാൻ എടുത്തില്ല. ഞാൻ തനിക്ക് വേണ്ടി ഞാൻ എത്ര ദിവസമായി അറിയാം ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഞാൻ ഒമേഗയില് വന്ന് ഫുൾ ഈ കേളം അങ്ങോട്ട് ഫുൾ ടൈം ഒമേഗയിലാ. എനിക്ക് വേണ്ടി ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോലും പോയില്ല. എപ്പോഴും ലൈവ് വരുന്നേന്ന് വിചാരിച്ചു. അതൊക്കെ ചുമ്മാ തള്ളി മാറി തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്നെ നോക്കിക്കൊണ്ടിരിക്കും. സത്യമായിട്ടും വിശ്വസിച്ച് നമ്മൾ ഇതൊക്കെ എത്ര കേട്ടേക്കുന്നു. ഇത് എല്ലാ അവളുമാരും പറയുന്ന ഡയലോഗാ. പോയോ? പിന്നെ ഞാൻ അമ്മേന്റെ അടുത്തൊക്കെ എന്തിനാ പറഞ്ഞേ? അമ്മ അടുത്ത് എന്താ പറഞ്ഞേ? അമ്മേന്നൊരു വിളി വിളിച്ചതാണോ? ഹലോ എനിക്കൊരു ക്രഷ് കേക്കുന്നില്ല. ഹലോ കേക്കുന്നില്ല.
കേക്കുന്നില്ല. ഹലോ ഇപ്പൊ കേക്കാം. ഹലോ അമ്മയുടെ ഹലോ പാറ കേക്കാം. അമ്മേനോട് പറഞ്ഞു എനിക്ക് ചെറിയൊരു ക്രഷ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടനെന്ന് പറഞ്ഞു. അമ്മ എന്ത് പറഞ്ഞു? അമ്മ പറഞ്ഞു ജോലിയൊക്കെ മേടിക്കാൻ പറഞ്ഞു. അപ്പൊ നിന്നെ കെട്ടാൻ വേണ്ടി ഞാൻ പഠിക്കണോ എന്ന് സാരം. ഞാൻ തന്നെ തന്നെ ഞാൻ നോക്കിയാ പോരെ. ഹൃദയ സിനിമ ഞാനും കണ്ടതാ. പോടാ. ആ പരിപ്പ് ഈ കലത്തിൽ വേഗത്തില്ല. ഐ ആം സിംഗിൾ. ശരിക്കും സിംഗിൾ അല്ലേ? ശരിക്കും സിംഗിൾ. ഐ ആം സിംഗിൾ സിംഗിൾ സിംഗിൾ. കണ്ണാടി പറ്റിക്കട്ടെ. എന്റെ സിംഗിൾ കണ്ണാടി എടുക്കട്ടെ. ഇത് കമ്മിറ്റഡ് കണ്ണാടി, ഇത് സിംഗിൾ കണ്ണാടി. ഇനി കമ്മിറ്റോടെ വെക്ക്, നമ്മള് സെറ്റ് ആയില്ലേ? അയ്യോ എന്റെ കുട്ടി എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല. അതെനിക്കും ആയില്ലോ. എന്റെ കുട്ടി അരിക്ക് എത്ര കിലോ വില എന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ പോലൊരു മണിങ്ങനെ കുട്ടിക്ക് കല്യാണം കഴിക്കണോ? ആലോചിക്കൂ. അതെനിക്കും അറിയത്തില്ല. പിന്നെ ഇതൊന്നും അറിയാതെ എന്തോന്നാണ് കല്യാണം കഴിക്കാന്ന് പറയുന്നത്? ചോറ് മാത്രം തിന്നാ മതിയോ? കൃഷ്ണൻകുട്ടി ഉദ്ദേശിച്ചത് പറ്റതല്ലേ? നമുക്ക് അല്ലാണ്ട് എനിക്ക് സ്നാക്സ് ഒക്കെ ഇഷ്ടം. അപ്പൊ തനിക്ക് വേണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കഴിക്കാലോ. ശരി ശരി, ഓക്കെ. അതായിരുന്നു അടിപൊളിയാ കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്നാക്സോ? അല്ലോടെ തന്നെ എന്ത് ഇത് ഇടക്കിടക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. പോവാടുന്നു ചുമ്മാ. ഇൻസ്റ്റയില് പക്ഷേ താൻ എന്തുവാ പറഞ്ഞു? അയ്യോ കുട്ടി ഉദ്ദേശിക്കുന്ന ഒരു എമോജി മാത്രം ഇട്ട് തളർത്തി കളഞ്ഞിട്ട്. അതെ ഞാൻ പറയട്ടെ, ഞാൻ ഇത്ര പേർക്ക് ഒരു മിനിറ്റ്. എന്റെ അനിയൻ ലേ അമ്മ എന്താ മോനെ, എന്താ ഈ മോനെ ആണ് എന്റെ ഫ്രണ്ടിൽ വേറെ വർക്ക് കൂടെ കാണും. ഏതാ ഈ മോൻ? എന്റെ മോന്റെ ഫ്രണ്ടിൽ വേറെ വേർഡ് കൂടെ കാണും. സഞ്ജു എടാ ഏട്ടത്തെ അമ്മയെ നോക്കിയിട്ടാണോ നീ വർത്താനം പറയുന്നേ? സഞ്ജു നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് ഏട്ടാ. കുട്ടി പറ. എന്ത്? വേറെ ആരും അല്ല, എന്റെ അനിയൻ തണ്ടിയാണ്. അവന് നാറി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. സത്യമായിട്ടും ഞാൻ കൊറേ ദിവസമായിട്ട് ഞാൻ നോക്കിയിരിക്കുക. അതുകൊണ്ടല്ലേ? അതുകൊണ്ട് എന്ത് പറയണോന്ന്? ഹലോ, ഒന്നും പറയണ്ട. ശരിയെന്നാ. സെഡായോ? കുട്ടി വിഷമിക്കണ്ട. എന്റെ ലൈവിൽ വന്നിട്ട് ആരും വിഷമിച്ച് പോകരുത്. കുട്ടി എനിക്കും ഇഷ്ടമാണ്. എന്റെ ലൈവിൽ വന്നിട്ട് ആരും വിഷമിച്ച് പോകരുത് പ്ലീസ്. എന്തിനാണ് സെഡ്? കുട്ടി പോയോ? ആരതി പാർവതി. പാർവതി സെഡ് ആവല്ലേ? പാർവതി എന്നാ ഞാൻ പോട്ടെ. ഇല്ല പറഞ്ഞ തന്നെ റിപ്ലൈ തന്നാ മതി. തരും എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. ഓക്കേ ബൈ. സത്യം 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 തരും. എന്നാ ബൈ. ലവ് യു. ബൈ. ഒപ്പട്ടെ പോവാൻ തോന്നിട്ടെന്നാലും ശരി. ഇങ്ങനൊന്നും പറയല്ലോ, ചുമ്മാ ഇരുന്നു. ഞാൻ ചിലപ്പോ ലൈവ് അങ്ങ് നിർത്തും. പോടുന്നു പോ ഓടെ. ഓക്കെ ബൈ. ഓക്കെ ബൈ. ബൈ ബൈ ബൈ. എല്ലാവർക്കും എന്നെ മതി.